എല്ലാവർക്കും ഈ കോഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എടുക്കാൻ പോകുന്ന നമ്മുടെ വേദിക് മാത്സിൻ്റെ പാർട്ട് 2 ആണ്. ഓക്കെ, പാർട്ട് 1 നിങ്ങൾ നന്നായിട്ട് നോക്കി കാണുമല്ലോ. അത് നിങ്ങൾക്ക് അത്ര മനസ്സിലായല്ലോ. 2 ഡിജിറ്റാണ് നമ്മൾ അവിടെ എടുത്തത്. നമ്മൾ പാർട്ട് 2ലാണ് 3 ഡിജിറ്റ് മൾട്ടിപ്ലിക്കേഷൻ. എന്ത് ചെയ്യാം നോക്കിക്കേ, നമ്മൾ 2 ഡിജിറ്റ് പോലെ തന്നെ, പക്ഷേ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റ് ആണ്, കുറച്ചുകൂടെ സ്റ്റെപ്പ് കൂടുതൽ അല്ലേ. നേരത്തെ അവിടെ 3 സ്റ്റെപ്പിലാണ് നമ്മൾ ഒറ്റ ലൈനിൽ ആൻസർ എഴുതുന്നത്. നമ്മൾ 3 ഡിജിറ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. എന്ത് ചെയ്യണം, അവിടെ നമുക്ക് ഇതിലൂടെ 5 സ്റ്റെപ്പ് ഉണ്ട്. എത്ര സ്റ്റെപ്പ് ഉണ്ട്? 5 സ്റ്റെപ്പ് ഉണ്ട്. അപ്പം 5 സ്റ്റെപ്പ്, അതിൽ ആദ്യത്തെയും അവസാനത്തെ ഒക്കെ ഏകദേശം സെയിം ആണ്. ഇതിനിടയ്ക്ക് വരുന്ന ഈ തേർഡ് സ്റ്റെപ്പും ഫോർത്ത് സ്റ്റെപ്പുമാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളൂ. പ്രത്യേകിച്ച് തേർഡ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യും, ഒരുപാട് തെറ്റുകൾ വരും കേട്ടോ. നിങ്ങൾ നന്നായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ നോക്കിയ സ്റ്റെപ്പാണ്, ഇതൊരു 3 ഡിജിറ്റ് സംഖ്യ എന്ന് വെച്ചോ. അത് നമ്മൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഒറ്റ ലൈനിൽ എഴുതും. റിമൈൻഡർ ഉണ്ടെ മാറ്റി വെക്കുക. അടുത്തത് സ്റ്റെപ്പ് 2ൽ എന്ത് ചെയ്യുക, ഈ 2 ഡിജിറ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് മറ്റേ റിമൈൻഡർ ഉണ്ടെ കൂട്ടുക, ഇല്ലെങ്കിൽ വിട്ടേര്, എന്നിട്ട് ഒറ്റ ഡിജിറ്റ് ആക്കുക. അതെന്ത് ചെയ്യുക, റിമൈൻഡർ ഉണ്ടെ മാറ്റുക. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം, ഇങ്ങനെ ക്രോസ് ചെയ്യണം. മനസ്സിലായോ? ഇങ്ങനെ ക്രോസ് ചെയ്ത് നടുക്കത്തെയും കൂടെ ബി വിയും കൂടെ 3 സ്റ്റെപ്പ് നടുക്കൂടെ, മനസ്സിലായോ? എന്നിട്ട് അതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, കൂട്ടുക. എന്നിട്ട് ഇതെല്ലാം മൈൻഡിലായിരിക്കണം ചെയ്യേണ്ടത് കേട്ടോ. അതോ ഇവിടെ ഈ 3ാമത്തെ സ്റ്റെപ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ ഇച്ചിരി കോംപ്ലിക്കേറ്റ് ആണെന്ന് തോന്നുന്നെങ്കിൽ ഒന്ന് പേന എടുത്തൊന്ന് കൂട്ടി നോക്കുക. പക്ഷെ അവിടെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ചില കേസുകളിൽ നമുക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ ഒന്ന് കൂട്ടേണ്ടി വരും. ചിലപ്പോൾ ഇച്ചിരി കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ഒന്ന് കൂട്ടി നോക്കുക. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും, അപ്പോൾ അത് എന്ത് ചെയ്യും, ഒറ്റ ഡിജിറ്റ് ആയിരിക്കത്തില്ല, ചിലപ്പോൾ 2 ഡിജിറ്റ് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, അത് സിംഗിൾ ഡിജിറ്റ് ആക്കിയിട്ട് മറ്റേ 10th പ്ലേസ് റിമൈൻഡർ ആയിട്ട് മാറ്റുക. അടുത്ത് നോക്കി ഇങ്ങനെ തമ്മിൽ ക്രോസ് ചെയ്യുക. ബി സി ലാസ്റ്റ് 2 ഉണ്ടല്ലോ എന്ന് വെച്ചാൽ നമ്മുടെ ഇടത്തോട്ട് നോക്കുമ്പോൾ ലാസ്റ്റ് 2 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, നേരത്തെ റിമൈൻഡറിൻ്റെ കൂട്ടുക, എന്നിട്ട് അതൊരു സിംഗിൾ ഡിജിറ്റ് ആക്കുക. എന്നിട്ട് അവസാനം എന്ത് ചെയ്യുക, നമ്മുടെ ഇവൻ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് മറ്റേ റിമൈൻഡറിൻ്റെ കൂട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കാണുമല്ലോ. നേരെ എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഞാൻ കുറച്ച് സംഖ്യകൾ ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ കളറോടൊന്ന് മാറ്റാം. 2 റെഡ് അല്ലേ, ഞാൻ ഗ്രീൻ എടുക്കുന്നു. അപ്പോൾ നോക്കിയേ എങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം. അത് വളരെ പെയ്യെ പറഞ്ഞുതരാം, നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക. അത് നോക്കിയാൽ ആദ്യം 5x2, നമ്മുടെ 2 ഡിജിറ്റ് തുടങ്ങുന്ന അങ്ങനല്ലേ, 5x2 കേട്ടോ. നിങ്ങൾ 2 ഡിജിറ്റ് കണ്ടിട്ട് ഇങ്ങോട്ട് വരാവുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. 2 ഡിജിറ്റ് കണ്ടിട്ട് നിങ്ങൾ 3 ഡിജിറ്റ് കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ നോക്കിയാൽ 2 × 5 എത്ര, 10 ആണല്ലോ. അപ്പം നമുക്കറിയാം 0 ഇട്ട് 1 ക്യാരിയാണ്. അതൊന്നെങ്കിൽ അതൊക്കെ ക്യാരി ഒന്ന് എഴുതി വെക്കുന്നല്ലോ, ഇല്ല മറന്നു. അടുത്തത് ഇവന്മാർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 6 30ഉം 22 4ഉം 34 അത് മൈൻഡിൽ പോകണം കണ്ടോ. ഈ സ്റ്റെപ്പുകളെല്ലാം മൈൻഡിൽ ആക്കണം. 6 30, 22 4, 34 നേരത്തെ ക്യാരി എടുക്കാൻ മറന്നു പോയില്ല കേട്ടോ. 35 മറന്നുപോയ പണി വാളി കേട്ടോ, അത്രേ ഉള്ളൂ. അടുത്തത് ഇത് 1 പോയി. അടുത്ത നമുക്ക് നോക്കിക്കേ, ഇങ്ങനെ ക്രോസ് ചെയ്യണം, മനസ്സിലായോ? ഇങ്ങനെ ക്രോസ് ചെയ്യണം ഈ 3 എണ്ണം കൂടെ. 15 15, 2 × 1 2, 17, 6 2 12, 17 2 19, 10 29, 29 3 32, 2 3. ഓക്കെ, പിന്നെന്താണ്, പിന്നെ അടുത്ത ലാസ്റ്റ് ഇതാണ്ട് ഈ 2 സ്റ്റെപ്പ് അല്ലേ. 6 × 2, 6 × 1 3 × 2, 6 × 1 6 6 12, 12 3 15 5 1. ഓക്കെ, അടുത്തത് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം, ഈ 3 × 1 3ഉം 3 + 1 4ഉം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആ 4 കൊണ്ട് എടുത്ത് എഴുതാം. ഓക്കെ, 4 5 2 5 0. ഓക്കെ അല്ലേ? നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടി കാണുമല്ലോ. അടുത്തോടെ കാണിച്ചു തരാം, അതും ഞാൻ കൃത്യമായിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം. നോക്കിക്കുക, ആദ്യം 7 × 4, 7 × 4 എത്ര, 28. 28ന് റിമൈൻഡർ 2. അടുത്തത് റിമൈൻഡർ എഴുതി വെക്കുക കേട്ടോ. റിമൈൻഡർ എഴുതി വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ എക്സാമിന് വളരെ ധൃതി പിടിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു മിസ്റ്റേക്ക്, ഒരു വാല്യൂ പോകും, അപ്പോൾ അത്രയും ടൈം വേസ്റ്റ് ആവും. അപ്പോൾ റിമൈൻഡർ ഒന്ന് എഴുതി വെക്കുക. അടുത്ത് ഇവ തമ്മിൽ ക്രോസ് ചെയ്യുക. അടുത്ത എത്ര, 3 21, 4 2 8. അപ്പോൾ 21 8, 29 29, നേരത്തെ റിമൈൻഡർ 2 അല്ലേ. 21 8, 29 2, 31 1, റിമൈൻഡർ 3. അടുത്ത ചെയ്ത റിമൈൻഡർ വെട്ടിക്കളെ, അല്ലെങ്കിൽ അതോടെ കൺഫ്യൂഷൻ ആവും. അടുത്ത നോക്കിക്കേ, 5 × 7ഉം 6 × 4ഉം ഓപ്പോസിറ്റ്, അങ്ങനെ 2 കോർണർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 7 5 35, 6 4 24, 35 24 മൈൻഡ് ചെയ്യണം, മനസ്സിലായി? ഇല്ലേ പണി കിട്ടും, അല്ലെങ്കിൽ അത്ര സമയം പോകും. ചില റെയർ കേസ് മാത്രം ഒന്ന് എഴുതി നോക്കുക. ആദ്യമൊക്കെ നിങ്ങളൊന്ന് എഴുതി കൂട്ടുക, പിന്നെ മൈൻഡിലോട്ട് അത് പ്രാക്ടീസ് ചെയ്യാം. 35 24, 30 20 50, 55 4 59, 59 പിന്നെ നടുക്കത്തെ ഒരെണ്ണം ഉണ്ടല്ലോ 3 × 6, 59 6 65, 65 പിന്നെ ഒരു 3 68, 68ന് 8 ബാക്കി 6. അടുത്ത ഇവന്മാർ തമ്മിൽ ക്രോസ് ചെയ്യണം. 10ഉം 18ഉം അല്ലെ, 2 10ഉം 6 3 18ഉം 28, 28 6, 34 4, പിന്നെ 3. ഓക്കെ, അടുത്ത് നോക്കി അവസാനം നമ്മുടെ 5 × 6, നേരെ ലാസ്റ്റത്തെ 5ാമത്തെ സ്റ്റെപ്പ് കേട്ടോ. 5 × 6, 6 3 9, 9 4 8 അല്ലേ, 9 4 8 1 8. ക്ലിയർ ആണോ? ഓക്കെ, ഇവിടെ എന്തെങ്കിലും തെറ്റുണ്ടോ? ഒന്നുകൂടെ ചെയ്ത് നോക്കാം. ഇവിടെ എന്തോ മിസ്റ്റേക്ക് ഉള്ളൂ അല്ലേ, ഒന്നുകൂടെ ചെയ്യാവേ. അതൊന്നുകൂടെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഞാനത് പറയുന്നതനുസരിച്ച് എൻ്റെ മൈൻഡിൽ നിന്ന് അത് പോകുന്നുണ്ട് കേട്ടോ. ഞാനത് പറഞ്ഞു തരുന്നതനുസരിച്ച് എന്ത് ചെയ്യും, എൻ്റെ മൈൻഡിൽ ഏതെങ്കിലും ഒരു വാല്യൂ മറന്നു, അതുകൊണ്ടാണേ. നോക്കാം.
7 4 28 അല്ലേ, 8 എഴുതി, ബാക്കി 2 മാറ്റി എഴുതുന്നു. 7 3 21 24 8 21 8 29 29 2 31 1 3. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് നോക്കിക്കേ. 7 5 35 6 4 24 35 24. അപ്പോൾ എത്ര കിട്ടും? 35 24 30 20 50 55 4 59 59 3 62 2 ബാക്കി 6 കേട്ടോ. അടുത്തത് ഇവന്മാർ തമ്മിൽ ക്രോസ് ചെയ്യുക. അത് 2 10 6 3 18 18 10 28 6 34 4 ബാക്കി 3. അടുത്തത് ലാസ്റ്റ് എന്ത് ചെയ്യുക? 6 5 30 33 3 3 4 218 3 3 4 218. ക്ലിയർ ആണല്ലോ? അടുത്തത് ഓക്കെ, അടുത്ത് എന്ത് ചെയ്യണം? ഇതേപോലെ തന്നെ 8 × 9 എത്ര? 72 2 ബാക്കി 7. അടുത്ത എത്ര? 9 6 54 8 48. അപ്പോൾ അതൊന്ന് മൈൻഡ് ചെയ്യണം. 56 നോക്കി വേണമെങ്കിൽ ഇതൊന്നും എഴുതാം. 54 9 6 54 6 8 48 48 8 4 12 ഇഷ്ടം 1 5 4 9 10 102 102 7 102 7 എത്ര? 109 9 9 ബാക്കി 10. അപ്പോൾ 10 റിമൈൻഡർ ഇങ്ങോട്ട് മാറ്റി എഴുതാം. അടുത്ത നോക്കിയാൽ അടുത്ത ബാക്കി കോർണറും നടുക്കുള്ളൂ. അപ്പോൾ എത്ര? 45 24 അല്ലേ? അപ്പോൾ അതൊന്ന് ചെയ്യണം. 45 24 പിന്നെ എത്രയാണ്? 6 6 36. ഇത്ര സ്റ്റെപ്പ് നമുക്ക് മൈൻഡിൽ കൂട്ടുമ്പോൾ ഇതാ ഞാൻ പറഞ്ഞ ചില റെയർ കേസ് എന്ത് ചെയ്യണം, അത്യാവശ്യം വാല്യൂ ആണ്, അതെല്ലാം മൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് തെറ്റാൻ ചാൻസ് കൂടുതലില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാത്രം ചെയ്യുക. അപ്പോൾ എത്തട്ടും 9 6 15 5 ഇഷ്ടം 1 4 1 5 2 7 3 10 105 പിന്നെ ഒരു 10 ഉണ്ട് 15 110 105 10 115 5 ബാക്കി എത്ര ഉണ്ട്? 11. അടുത്ത് നോക്കി ഇവന്മാർ തമ്മിൽ ക്രോസ് ചെയ്യണം. 6 5 30 6 3 18 30 10 40 48 10 58 1 59 9 ബാക്കി എത്ര? 5. അടുത്ത 13 15 5 20. ഓക്കെ, 209 592 209 592. ക്ലിയർ അല്ലേ? മനസ്സിലായോ? നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇപ്പോൾ എങ്ങനെ അതിൻ്റെ സ്റ്റെപ്പ് എന്ന് മനസ്സിലായില്ലേ? സ്റ്റെപ്പ് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക, മൈൻഡിൽ ഒന്ന് സെറ്റ് ആക്കുക. പിന്നെ എന്ത് ചെയ്യുക? ഈ പറഞ്ഞ സാധനങ്ങൾ മൈൻഡിൽ കൂടുതൽ ചെയ്യാൻ പറ്റും നോക്കുക. ചില കേസിൽ ഇപ്പോൾ ഇത്രയും 2 ഡിജിറ്റ് 2 3 എണ്ണം കൂട്ടാൻ പറയുമ്പം അവിടെ ഇച്ചിരി കൺഫ്യൂഷൻ ആവുന്നെങ്കിൽ മാത്രം ഒന്ന് പേന എടുക്കുക. അല്ലെങ്കിൽ തന്നെ ഇത് 3 ഡിജിറ്റ് ടൈം എടുക്കും. 2 ഡിജിറ്റിനെ കമ്പയറബിൾ നോക്കുമ്പോൾ കുറച്ചുകൂടെ സമയം 3 ഡിജിറ്റ് മൾട്ടിപ്ലൈ തന്നെ എടുക്കും. അത് നമ്മൾ പ്രാക്ടീസ് അനുസരിച്ച് എന്ത് ചെയ്യും? സ്പീഡ് കൂടും കേട്ടോ. ഞാനിത് പറഞ്ഞു തരുമ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ മറന്നു പോകും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു വാല്യൂ അങ്ങോട്ട് കൊണ്ട് ചിലപ്പോൾ തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക? ആ കാര്യം മൈൻഡിൽ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിത് വളരെ വെൽ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അടുത്തത് ഇത് നോക്കിക്കേ, 3 ഡിജിറ്റ് × 2 ഡിജിറ്റ്. അപ്പോൾ ഇതങ്ങനെ ശരിയാവുന്നത്? ഇവിടെ 0 ആയിരിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു സ്റ്റെപ്പ് നമുക്ക് എന്ത് ചെയ്യും? കുറച്ചുകൂടെ കുറഞ്ഞ് കിട്ടും, അത്രേ ഉള്ളൂ. അവിടെ 0 എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നോക്കി I 2 10 ഇഷ്ടം 1 അല്ലേ? ഈ 2 4 1 5 5 5 4 9 10 ഇഷ്ടം 1. അടുത്തത് ഇനി നോക്കി കോർണർ ടു കോർണർ 6 2 12 5 × 0 പിന്നെ 0 ആണല്ലോ. അപ്പോൾ 6 2 12 ഡയറക്റ്റ് 2 × 1 കൂടെ ചെയ്യാം. 6 2 12 2 14 1 15 5 ഇഷ്ടം 1. അടുത്ത് നോക്കിക്കേ, ഇനി അടുത്ത് ഇവന്മാർ തമ്മിൽ ക്രോസ് ചെയ്യണ്ടേ? 2 × 0 0 6 × 1 6 6 1 7. പിന്നെ ഇത് നമ്മൾ നോക്കി 6 × 0 0. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? 7500 എന്ന് എന്ത് ചെയ്യത്തുള്ളൂ? വരത്തുള്ളൂ. ലെഫ്റ്റ് ഇവിടെ 0 ഇട്ടുകൊണ്ട് വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ക്ലിയർ ആണല്ലോ? അപ്പം 3 ഡിജിറ്റ് × 2 ഡിജിറ്റ് എന്ത് ചെയ്യും? കുറച്ചും കൂടെ എളുപ്പമാണ്. നോക്കി 6 4 24 ബാക്കി എത്ര? 2 I 4 20 പിന്നെ 0 അല്ല. 6 × 0 0 I 4 20 2 22 2 ബാക്കി 2. അടുത്ത കോർണർ ടു കോർണർ മിഡിലും. ഇപ്പോൾ എത്ര ഉണ്ട്? 24 8 6 3 18 26 പിന്നെ 5 × 0 0 0. ഇപ്പോൾ എത്ര? 24 8 6 3 18 തൊട്ട് 26 2 28 8 ബാക്കി 2. ഓക്കെ, അടുത്ത ഇവന്മാരെ ക്രോസ് ചെയ്യാം. 0 × 2 എന്താ? 0 തന്നെ. I 3 15 15 2 17 7 ഇഷ്ടം 1. അടുത്ത ലാസ്റ്റ് ഇവന്മാരോടെ 2 × 3 6 1 7 7 7 8 2 4 7 8 7 8 2. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ ടെക്നിക്ക് പിടി കിട്ടിയില്ലേ? ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഇനി ഞാൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യും. ഓക്കെ ഓക്കെ, ഇവിടെ 3 ഡിജിറ്റ് × 2 ഡിജിറ്റ് ഇവിടെ 0 എന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഓക്കെ, 8 5 40 40 0 4. ഓക്കെ, I 2 10 8 3 24 10 34 4 38 8 ബാക്കി 3. ഓക്കെ, അടുത്ത കോർണർ ടു കോർണർ 8 × 0 വിട്ടേരും. I 5 25 23 6 25 6 31 3 34 4 ബാക്കി 3. പിന്നെ 2 × 0 എന്താ? 0 ആണ്. 5 × 3 എത്ര? 15 15 + 3 18 പിന്നെ ബാക്കി 1. പിന്നെ ലാസ്റ്റ് ഇത് 0 അല്ലേ? അവിടെ 5 × 0 0 0 ഇട്ടിട്ട് പോലെ ബാക്കി ഒരു ക്യാരി ഇല്ലേ? അതെടുത്ത് ഇവിടെ കൊടുക്കും. 1 + 0 1 18480. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? നെക്സ്റ്റ് അടുത്ത നമ്മുടെ ഇത് അത് നോക്കിയേ. ഇനി നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ട് ആൻസർ ഒന്ന് വെരിഫൈ ചെയ്യുക കേട്ടോ. 8 5 40 0 4 6 5 30 9 8 72. അപ്പോൾ നോക്കിക്കേ, 8 5 6 5 30 72. അപ്പോൾ 72 30 മൈൻഡിൽ പോകണം. 70 30 100 പിന്നെ 2 102 102 4 106 6 ബാക്കി 10 പുറത്തിരിക്കുക 10 ഉണ്ട്.
അടുത്ത കോർണർ ടു കോർണർ മിഡിലും നോക്കി 1 5 1 8 8 13 പിന്നെ 9 6 54 അപ്പോൾ എത്ര കിട്ടും 13 54 54 3 57 10 67 67 10 77 7 ബാക്കി 7. അടുത്തത് ഈ ലാസ്റ്റ് 2 9 6 15 15 7 22 2 ബാക്കി 2. അടുത്ത 1 1 1 2 3 32760 32760. സിമ്പിൾ അല്ലേ? നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ കിട്ടുന്നുണ്ടല്ലോ. നിങ്ങൾ എന്ത് ചെയ്യും? ഇതുപോലെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക, നിർത്തരുത്. ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. എത്ര നാളും ചെയ്യുക, അത്ര നാളും ചെയ്തുകൊണ്ടേയിരിക്കുക കേട്ടോ. നിങ്ങളുടെ മൈൻഡിൽ ഇത് കൂട്ടുന്നത് വളരെ സ്പീഡപ്പ് ആണെങ്കിൽ ഇത് പറഞ്ഞ കാര്യങ്ങൾ മുന്നോട്ട് സ്പീഡിൽ പോകത്തുള്ളൂ കേട്ടോ. അടുത്തത് എന്ത് ചെയ്യാം? അടുത്തത് 4 × 7 28 ബാക്കി 2. അടുത്തത് 21 8 അല്ലേ 7. ഇതൊക്കെ മൈൻഡ് വേണം. 21 8 29 2 31 1 ബാക്കി 3. അടുത്ത കോർണർ ടു കോർണർ മിഡിൽ 7 4 28 14 20 അപ്പോൾ 48 3 2 6 48 6 54 3 57 7 ബാക്കി 5. അടുത്ത ലാസ്റ്റ് 2 24 8 13 15 15 8 23 23 5 28 8 ബാക്കി 2. ലാസ്റ്റ് 4 × 5 20 22. മനസ്സിലായി? 2 2 8 7 8 1 8. ഓക്കെ അല്ലേ? 2 2 8 7 1 8. ക്ലിയർ അല്ലേ? നിങ്ങൾക്കിത് ഏകദേശം മനസ്സിലായോ? നിങ്ങൾ ഇതുപോലെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. ഒരു മാറ്റവും ഇല്ല. ഇതിപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ തെറ്റ് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ തെറ്റ് വരുമെന്നേ, അതിൻ്റെ പുറകെ പോകണ്ട. തെറ്റ് വന്നോട്ടെ, പക്ഷെ എന്ത് ചെയ്യുക? എവിടെ തെറ്റൊന്ന് കണ്ടുപിടിക്കുക, അവനെ റെക്ടിഫൈ ചെയ്യുക. അതാണ് മിസ്റ്റേക്സ് എല്ലാവർക്കും വരും, അത് റെക്ടിഫൈ ചെയ്യുന്നതാണ് കാര്യം. അതിനാൽ പഠിത്തം മുന്നോട്ട് പോകത്തുള്ളൂ കേട്ടോ. മിസ്റ്റേക്സ് പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ വന്നാൽ പിന്നെ അത് മനസ്സിലാക്കിയിട്ട് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. അവിടെയാണ് നമ്മുടെ വിജയം. അടുത്ത് നോക്കിയേ ലാസ്റ്റ് നമ്മുടെ 7 5 35 ബാക്കി എത്ര 3. 6 7 42 നോക്കി 6 7 42 6 5 30 അപ്പോൾ 40 30 72 72 3 75 5 ബാക്കി എത്ര 7. നോക്കി ലാസ്റ്റ് കോർണർ ടു കോർണർ മിഡിൽ 7 14 14 15 29 29 36. അതൊന്ന് വേണം ചെയ്തോ. 29 36 9 15 ഇഷ്ടം 1 3 2 5 1 65 65 പിന്നെ ഒരു 7 ഉണ്ട്. 65 7 72 2 ബാക്കി 7. ലാസ്റ്റ് ഇവന്മാർ തമ്മിൽ 6 2 12 18 12 18 30 37 ബാക്കി എത്ര 3. 23 6 3 9 97255 97255. ക്ലിയർ ആണല്ലോ? ആ റിമൈൻഡർ എടുത്ത് എഴുതി വെട്ടക്കളയാൻ മറന്നു പോയത്. ഞാനിങ്ങനെ എഴുതി വെട്ടുന്നുണ്ടല്ലോ, ആ വെട്ടുന്നതിൻ്റെ ഉദ്ദേശം അത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഏതാണ് എടുക്കേണ്ടത്? ചില സമയത്ത് ധൃതി പിടിച്ച് നമ്മൾ ചെയ്യുമ്പം നമ്മൾ ഇതിൽ ഏത് റിമൈൻഡർ എടുക്കണമെന്നുള്ള അതൊരു അച്ചടക്കത്തോടെ എഴുതി വെക്കുക ആ റിമൈൻഡർ. എന്നിട്ട് വെട്ടിക്കളയണം. ചെയ്തതെല്ലാം എടുത്ത സാധനമെങ്കിൽ വെട്ടിക്കളയണം, ഇല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആയി പോകും കേട്ടോ. അത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ. അടുത്ത നോക്കി 2 10 ഇഷ്ടം 1 2 4 8 5 40 44 1 45 5 ബാക്കി 4. അവിടെ നോക്കിയേ ലാസ്റ്റ് ഇവിടെ 0 എന്ന് വിചാരിക്കുക. 6 2 16 6 22 4 26 6 ബാക്കി 2. അടുത്തത് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ 3 24 2 26 6 ബാക്കി 2 ബാക്കി 3 × 0 0 വിട്ടിട്ട് പോകല്ലേ. ബാക്കി 2 കൂടെ ഉണ്ട്, അതും കൂടെ കൂടണം. 266 50. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ടെക്നിക്ക് മനസ്സിലായല്ലേ? ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അടുത്തോടെ ചെയ്ത് ഞാൻ നിർത്താം. ബാക്കി 12ാമത്തെ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ ആൻസർ ചെയ്യണം. ഓക്കെ 13 15 5 ഇഷ്ടം 1 13 15 15 1 16 6 ഇഷ്ടം 1. അടുത്തത് കോർണർ ടു കോർണർ മിഡിലും കൂടെ ചെയ്യുക. 23 6 6 5 30 ഇത് 0 ആണല്ലോ. 23 6 6 5 30 36 1 37 7 ബാക്കി 3. അടുത്ത ഇത് തമ്മിൽ ചെയ്യാം. 0 6 5 30 33 3 ബാക്കി 3 6 2 12 3 15 153 765. ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ള പരിപാടി. ഇനി 3 ഡിജിറ്റ് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഈസിലി ചെയ്യാൻ പറ്റും. ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് സ്പീഡപ്പ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിരിക്കും ഇനി കാൽക്കുലേഷൻ കാണുന്നത്. ഓക്കെ അടുത്തത് നിങ്ങളുടെ ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിലൊന്ന് നിങ്ങൾ കമൻ്റ് ആയിട്ട് ഇടുക. ആൻസർ ഇൻ കമൻറ്റ് ബോക്സ്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ ഇതേ ടെക്നിക്ക് ചെയ്ത് എത്രയും ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യുക? കൃത്യമായിട്ടുള്ള ആൻസർ എന്ത് ചെയ്യുക? പോസ്റ്റ് ചെയ്യുക. പെട്ടെന്ന് ചെയ്ത് നോക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ചെയ്ത് നോക്കുക. തെറ്റാണെങ്കിലും സാരമില്ല കേട്ടോ, അങ്ങ് കമൻറ്റ് ചെയ്യുക. എന്നിട്ട് പിന്നെ നോക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയുള്ള നമ്മുടെ 3 ഡിജിറ്റ് മൾട്ടിപ്ലിക്കേഷൻ. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3 ഡിജിറ്റ് ഈസിലി ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിലെല്ലാവർക്കും ഗുഡ് ബൈ.